ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ ഇപ്പൊ അങ്ങയുടെ അനുഗ്രഹത്തോടെ നടന്നത്. ഒരുപാട് സങ്കടപ്പെട്ടു. എന്റെ മോള് ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരരുത്. അവളെ കാത്തോണേ. ചെറിയമ്മ ഹാപ്പിയാണോ? പിന്നല്ലാതെ. ഇതിലും നല്ലൊരു മുഹൂർത്തം എന്റെ ജീവിതത്തിൽ വേറെ ഏതാ ഉള്ളത്? പക്ഷേ കയ്യടി മുഴുവൻ കൊണ്ടുപോയത് മിസ്റ്റർ ദേവനാരായണൻ തിരുമേനിയാണ്. വിവാഹം ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നടത്താത്തത് ഫിദയ്ക്ക് കൂടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ വലിയ മനസ്സിന്. ഭഗവാൻ അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിച്ചത്. അല്ലായിരുന്നെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലേ അവളെ അനുഗ്രഹിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോ ഞാൻ അഭിമാനത്തോടെ എന്റെ മോളെ ചേർത്ത് പിടിച്ചു. ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണിൽ നോക്കി. ഭാഗ്യം. ആ സുകുമാരിയുടെ വരവ് ചെറിയ കുഴപ്പമൊന്നുമല്ല ഉണ്ടാക്കിയത്. എന്നാലും മാനസികമായ ചില പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷേ അപ്പോഴവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ, പ്രിയങ്ക ജീവനോടെ ഇരിപ്പുണ്ടെന്ന്. അമൃതാന്റി, ആ മുത്തശ്ശി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ ഞാൻ ശ്രദ്ധിച്ചത് ആ 3 പേരെയാ. കൽപ്പന, ഉർവശി, പിന്നെ ചെറിയച്ഛൻ ചന്ദ്രശേഖരൻ. ഏതെങ്കിലും വിധത്തിൽ ഈ വിവാഹം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ എന്നൊരു ഭാവം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ പ്രത്യക്ഷമായി അതിന് ശ്രമിക്കുകയുണ്ടായി. ശരിയാ മോളെ. വരുണൊപ്പം വിവാഹം കഴിപ്പിച്ചയച്ചെങ്കിലും എനിക്ക് പേടിയുണ്ട്. എന്റെ കുഞ്ഞിനെ അവരെ ദ്രോഹിക്കും എന്ന് പറഞ്ഞ ആരതിക്ക് മനസ്സിലായില്ലേ? ശ്യാമയ്ക്ക് ഉറങ്ങാതിരിക്കാൻ വീണ്ടും ഒരു കാരണം കൂടിയായി. ഇത്രയും കാലം എന്റെ മോളെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. ഇനി സംരക്ഷിക്കുന്നവൻ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടായിരിക്കും. ചെറിയമ്മ പേടിക്കണ്ട. പറയേണ്ടതൊക്കെ 2 കൂട്ടരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 കൂട്ടരോടോ? താലികെട്ടിന് മുൻപ് ഏട്ടത്തി അവിടുത്തെ ചെറിയമ്മയും ഞാൻ കണ്ടിരുന്നു. രാധികയെ ദ്രോഹിക്കാൻ പാടില്ലെന്ന് വ്യക്തമായി ഞാൻ താക്കീത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അവര് വേണ്ടെന്ന് വെക്കത്തില്ല. രാധികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരടി കിട്ടിയാൽ തല കുനിക്കല്ല വേണ്ടത്, തിരിച്ചടിച്ചവന്റെ കണ്ണിൽ നോക്കണമെന്ന്, എന്നിട്ട് തിരിച്ചടിക്കണമെന്ന്. ഇത്രയും കാലം ചെറിയമ്മ അവൾക്ക് പകർന്നു കൊടുത്തത് സഹതാപം മാത്രമാ. കൊല്ലാൻ വരുന്നവരുടെ അത് പറ്റില്ല. പെണ്ണുങ്ങൾ മാറണമെന്നേ, അല്ലാതെ എങ്ങനാ? സാധാരണ പെൺകുട്ടികൾ വിവാഹം ചെയ്തയക്കുമ്പോ അവരവിടെ നല്ല രീതിയിൽ നിൽക്കുവോ, എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറോ എന്നൊക്കെയായിരുന്നു അമ്മയുടെ പേടി. രാധിക മോളുടെ കാര്യത്തില് ആ പേടിയില്ല. ഒരു കുഴപ്പമില്ലാതെ ഭഗവാൻ അവളെ കാത്തുരക്ഷിക്കട്ടെ. അവള് ഭഗവാന്റെ കുഞ്ഞാ. അമ്മ ഉപേക്ഷിച്ചിട്ടും ഭക്തിയുടെ തൊട്ടിൽ കിടന്ന കുഞ്ഞ്. എന്റെ കൃഷ്ണ.